ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മാതാവേ, നിനക്ക് സമാധാനം. ഭാഗ്യമുള്ളവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നവയുമായ കതിരുകളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെ ആശാബന്ധവും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായ മിശിഹ, നിന്റെ കൃപാ സഹായങ്ങളാൽ ഞങ്ങളെ തുണയ്ക്കണമേ. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അതിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിന്റെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമാബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ശുഭഹോല ബോല പ്രോവൽ റൂഹോ
അവിടെ
പുറപ്പെട്ടിരിക്കുന്നു. അവയിൽ സൂര്യന്റെ മേൽ അവന് കൂടാരമടിച്ചു. അതിന്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവനും എന്ന പോലെ തന്റെ വഴി ഓടുവാൻ സന്തോഷിക്കും. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചുവള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ കൽപ്പന ആചരിക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. അത്രയുമല്ല, തന്റെ ദാസനെ അവരെ ആശംസിക്കപ്പെടും. അവനെ ആദരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാര്? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. മഷിഹാജി പിച്ചെഴുന്നേറ്റു സമരത്തിലേക്ക് ഇറങ്ങി പോകുന്നവരും അതിനുള്ള സകലവും ദ്വീപുകളും അവയിൽ കൂടിയിരിക്കുന്നവരുമേ ദൈവകർത്താവിന് പാടുവിൻ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും. അവൻ യോദ്ധാവെന്ന പോലെ വാശി ജ്വലിപ്പിക്കും. അവൻ ആർത്തപരപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഗ്രഹിക്കും. കബറിങ്കൽ ദൂതന്മാർ കൊണ്ടും ശിക്ഷകൾ ധൂപസുഗന്ധ കൂട്ടുകളോടും പോയി അറിയിച്ചവരെ മാലാഖാതൻ സ്തുത്യമുദ്ധാനം Oh
എന്റെ ആത്മാവിനെ ജീവിക്കുന്ന ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാലും തന്റെ ദാസ്യതാഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. പ്രവർത്തിച്ചിരിക്കുന്നു. തലമുറകളായ അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തമ്മുടെ ഹൃദയവിചാരത്തിലെ ജനിച്ചു. അൻപതന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറ്റെടുക്കുകയും പാടുന്നവരെ ഉയർത്തുകയും ചെയ്തു. അവൻ ചെയ്തു. മരണത്തെ കൊന്നേ കീഴിൽ ഇന്നറിയാനെ വീണ്ടതില്ല ഉചിതത്വനിൽ സ്തുതി പാടും അടിയാരെല്ലാരും പാറയ്ക്കുമോ അതുക വിശുദ്ധ കർത്താവിന്റെ വൃദ്ധന്മാരെ സ്തുതി പാടുവിൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. സൂര്യന്റെ ഉദയ മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആർത്തം നോക്കുകയും ചെയ്യുന്ന നാടേ മാർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും മാറുള്ളൂ. മനവർവാനോർ മുൻമുന്നിൽ വന്നിടുന്നു. കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തുത്യൻ നീയേ.
ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെ നിങ്ങളുടെ നേരെ വ്യാജമായിട്ടും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. We confess to God the Father Almighty, and to His beloved Son Jesus Christ, and to the Holy Spirit, in the presence of Our Lady the Virgin, ever sacred in her virginity, and all the holy angels, of Michael, of Gabriel, both chiefs of the angels, and St. John the Baptist, of the holy apostles St. Peter and Paul, the 24 prophets, the 4 evangelists, and the 72 preachers sent forth. We confess the holy faith of the 3 ecumenical councils of Nicaea, Constantinople, and Ephesus, in the most noble priesthood ascribed unto you, Father Priest, by which you lose and bind. We have sinned through all our senses, both inwardly and outwardly, in word, in deed, and in thought. Our sins are great, many and innumerable, and we repent them most sincerely, purposely not to fall again in the same error, preferring death rather than embrace sin. And we ask you, by the authority of the priesthood, that you absolve and forgive us, asking God to pardon us through His grace. Amen. നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല നിത്യവും നിത്യയോടുകൂടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാം തന്നോട് അപേക്ഷിക്കാതെ തന്നെ തന്റെ കൃപ മൂലം നമ്മെ മരണമില്ലാത്തവരാക്കി തീർപ്പാനായിട്ട് തിരുവിഷ്ടത്താൽ നമ്മുടെ അടുക്കിലേക്ക് വരികയും തന്റെ കഷ്ടാനുഭവത്താൽ നമ്മുടെ കടച്ചീട്ടിനെ കീറിക്കളയുകയും മരണമുള്ളതായ നമ്മുടെ വർഗത്തിന് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം മരണമില്ലായ്മ സൗജന്യമായി തരികയും മേലുള്ളവർക്കും താഴെയുള്ളവർക്കും തന്റെ ജീവിച്ചെഴുന്നേൽപ്പ് മൂലം സന്തോഷാനന്ദവും ദാനം ചെയ്യുകയും ചെയ്ത നല്ലവന് സ്തുതി. തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലപുണ്യമോ സ്വതഹായ സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മാതാവും ശക്തി പരാക്രമങ്ങളോട് കൂടിയിരിക്കുന്നതിനുമായ ദൈവമേ, നിന്റെ സ്നേഹം മൂലം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിശുദ്ധാൽ കക്ഷാനുഭവത്തിനും മരണത്തിനും ശ്രീഭാഗ്യമായി എഴുന്നള്ളി വന്നു. ശപിക്കപ്പെട്ട ജനമായ ഭൂതന്മാരിൽ നിന്ന്
ആക്ഷേപവും നിന്നും പരിഹാസവും സഹിച്ചു. നീ ന്യായാധിപന്മാരുടെ ന്യായവതിയായിരിക്കുമ്പോൾ നാടുവാഴിയായ പിലാത്തോസിന്റെ മുൻപാകെ നിൽക്കുകയും ദുഷ്പ്രവൃത്തിക്കാരനും കുറ്റക്കാരനും എന്ന പോലെ അടികളാൽ ചോദ്യപ്പെട്ടവനും ചെയ്തു. കുറ്റക്കാരൻ ഹീനനും എന്ന പോലെ ന്യായസ്ഥലത്ത് ഏൽപ്പിക്കപ്പെട്ടു. അതിഭയഭക്തിയോടുകൂടെ ക്രൂരന്മാരുടെ പുറത്ത് ആഘോഷിക്കപ്പെടുന്നവനായിരിക്കുമ്പോൾ നിന്റെ തിരുഷത്താൽ നിന്നെ ശ്ലീബാമേൽ തൂക്കപ്പെട്ടു. സ്ലീബായിൽ നഗ്നനായി തറയ്ക്കപ്പെടുമ്പോൾ സൂര്യനെ അതിന്റെ സ്ഥലത്ത് അന്ധകാരപ്പെടുത്തുകയും നക്ഷത്രങ്ങളെ അവയുടെ തിരകളിൽ നിന്ന് വീഴുകയും ചന്ദ്രന് രക്തനിറം കൊടുക്കുകയും ചെയ്തു. അശുദ്ധപ്പെട്ടിരിക്കുന്ന വായുമണ്ഡലത്തെ നിന്റെ തൃക്കുകളിൽ വിരിച്ച് ശുദ്ധീകരിച്ചു. കഠോരമായ നിന്റെ അട്ടഹാസത്താൽ ദേവാലയത്തിന്റെ തിരശ്ശീല ചീറ്റുകയും ഭൂമിയെ ഉറപ്പിക്കുകയും പാറകൾ പൊളിക്കുകയും കബറുകൾ തുറക്കുകയും ചെയ്തു. നിന്റെ പാതാള പ്രഭാഷണത്താൽ മരണത്തെയും സാത്താനെയും കൊല്ലുകയും പാതാളത്തിലുണ്ടായിരുന്ന മരിച്ചവർക്ക് ശരണവും സന്തോഷവും ജീവനും നാശമില്ലാതെയും പ്രസംഗിക്കുകയും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നവരെ അഴിച്ചുവിടുകയും പാതാളത്തിന്റെ ആഗത കുഴിയിൽ കിടന്നിരുന്ന വിലങ്ങുകാരെ പുറത്തിരുത്തുകയും കബറിലുണ്ടായിരുന്നവരുടെ കഴുത്തുകളെ മറുതലിപ്പ് കാരനായ ദുഷ്ടനിൽ നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കുകയും ചെയ്തു. സകല സൃഷ്ടിക്കും പുതിയ ജീവൻ സൗജന്യമായി കൊടുക്കുകയും ലോകത്തെ മുഴുവൻ നിരപ്പും സമാധാനവും മനുഷ്യസ്നേഹവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ജീവന്റെയും രക്ഷയുടെയും സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് നിന്റെ വിശ്വസ്ലീഹന്മാരോടുകൂടെ കൽപ്പിക്കുകയും ദൈവം കബറിൽ നിന്ന് എഴുന്നേറ്റു എന്നും നിന്റെ ശത്രുക്കൾ ചിതറിപ്പോയി എന്നും അവർ ലോകമൊക്കെയും അറിയിക്കുകയും ചെയ്തു. അതിനാൽ കാരുണ്യമായ കർത്താവേ, രക്ഷിക്കുന്നതും ജീവനുണ്ടാകുന്നതുമായ നിന്റെ എഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങൾ നിന്റെ കൃപയോട് അപേക്ഷിക്കുന്നെന്നാൽ ഞങ്ങളെ മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി തീർക്കണമേ. ആക്ഷേപകരും നിന്ദാകരവുമായ സകല വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. സകല ദുർവികാരങ്ങളോടും എതിർത്ത് നിൽക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാകുമാറാകണമേ. ജീവിക്കുന്നതിനാകുന്ന ശക്തിയാൽ ഞങ്ങളെ ആയുധം ധരിപ്പിക്കണമേ. ആകൽ കുറുസായും അവര് സകല സൈന്യങ്ങളെയും നിന്നാൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. ഞങ്ങൾ എല്ലാവരും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ സന്തോഷത്തോടു കൂടി എഴുന്നേൽപ്പാനായിട്ട് നല്ല അവസാനത്തിനും നിരപ്പുള്ള പുറപ്പാടിനും യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സത്യവിശ്വാസത്തോടു കൂടെ തിരുവാതിരിക്കുന്ന വിശ്വാസമുള്ളായ ഞങ്ങളുടെ മരിച്ചുപോരെ നീതീകരിച്ച് ഭാഗ്യമുള്ള ഭവനങ്ങളിൽ അവരെ ആശ്രയിപ്പിക്കണമേ. ഞങ്ങൾ നിന്റെ എപ്പോഴും സ്തോത്രവും കരേറ്റുമാറാകണമേ. Brother
ആലോഹോ ഹല്ലേലൂയ. ശുദ്ധന്നി ആലോഹോ ഹല്ലേലൂയ. കർത്താവേ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുത്യന്നി ആലോഹോ ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഉടയോനാഥ,
Hallelujah.
earth in those days, and also afterwards, when the sons of God came to the daughters of men, and they bore children to them. Those were the mighty men of the old, men of the renown. Then the Lord saw the man's wickedness, and that it was great in the earth, and every intent of thought within the heart was only evil. So God grieved, and he said he had made man on earth, and he thought this over. Then God said, I will blot out man whom I created from the face of the earth, from man to cattle, from creeping things to flying birds, for I am grieved I made them. But Noah found grace in the presence of the Lord God. This is the genealogy of Noah. Noah was a righteous man who was perfect in his generation and well-pleasing to God. So Noah begot 3 sons, Shem, Ham, and Japheth. Now the earth was corrupt before God and filled with unrighteousness. Thus the Lord spoke from upon the earth, and indeed it was corrupt. For all the flesh corrupted their way on earth. Then the Lord said to Noah, the end of all flesh has come before me, for the earth is filled with unrighteousness through them. And behold, I will destroy them in the earth. Barakimor. The lesson from the Psalms of David, the king and prophet, Baruch Gemor. Psalms chapter 12, verses 1 through 7. How long, O Lord, will you forget me to the end? How long will you turn your face from me? How long will I take counsel of my soul? Having grief in my heart daily, how long will my enemy be exalted over me? Look upon me and hear me, O Lord my God. Enlighten my eyes, lest I sleep in death. Lest my enemy says, I prevailed against him. Those who afflict me greatly rejoice if I am shaken. But I hope in your mercy. My heart shall greatly rejoice in your salvation. I will sing to the Lord who shows me kindness to me. I will sing to the name of the Lord Most High. Baruch Him.
പരിശുദ്ധനാകുന്നു. But concerning the times and the seasons, brethren, you have no need that I should write to you. For you yourselves know perfectly the day of the Lord so comes as a thief in the night. For when they say peace and safety, then sudden destruction comes upon them, as labor pains upon a pregnant woman, and they shall not escape. But you, brethren, are not in darkness, so that this day you should overtake you as a thief. You are all sons of light and sons of the day. We are not of the night nor of darkness. Therefore, let us not sleep as others do, but let us watch and be sober. For those who sleep, sleep at night, and those who get drunk are drunk at night. But let us who are of the day be sober, putting on the breastplate of faith and love, and as helmet the hope of salvation. For God did not appoint us to wrath, but to obtain salvation through our Lord Jesus Christ, who died for us, that whether we wake or sleep, we should live together with him. Therefore, comfort each other and edify one another, just as you are also doing.
മുൻഭാഗമായി പൊക്കിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പനെ കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിന് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവപ്രകാരം സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്തെന്നാൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടുകിട്ടുന്നു, മുട്ടുന്നവനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു പിതാവ് അപ്പം ചോദിക്കുന്ന സ്വന്തം പുത്രന് ഒരു കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അതിനു പകരം പാമ്പിനെ നൽകുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ നൽകുമോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകും. അനന്തരം ഒരിക്കൽ അവൻ മൂകമായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം പുറത്തായപ്പോൾ ആ മൂകൻ സംസാരിച്ചു. അതുകൊണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. എന്നാൽ അവരിൽ ചിലർ പിശാചുകളെ പുറത്താക്കുന്നത് പിശാചുകളുടെ തലവനായ ബെൽസെബൂബിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞു. മറ്റു ചിലർ അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തിൽ നിന്ന് അടയാളം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. യേശു അവന്റെ വിചാരങ്ങൾ അറിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വയം ചിത്രിക്കുന്ന രാജ്യം നശിച്ചു പോകും, സ്വയം ചിത്രിക്കുന്ന ഭവനവും വീണ്ടുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ചിത്രിച്ചാൽ എങ്ങനെ അവന്റെ രാജ്യം നിലനിൽക്കും? ഞാൻ പിശാചുകളെ പുറത്താക്കുന്ന ബെൽസെബൂബിനെ കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ പിശാചുകളെ പുറത്താക്കുന്നത് ബെൽസെബൂബിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ മക്കളവയെ പുറത്താക്കുന്നത് ആരെ കൊണ്ടാകുന്നു? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായി തീരും. ഞാൻ പിശാചുകളെ പുറത്താക്കുന്നത് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണെങ്കിൽ ദൈവരാജ്യങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ലോകത്തെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാപപരിഹാരം നൽകുന്ന പരിശുദ്ധമായ ബലിയും താൻ തന്നെ ഞങ്ങളുടെ പാപങ്ങളെ വെളിപ്പാക്കുകയും തന്റെ യാഗത്താൽ ഭൂലോകത്തിന് പാപപരിഹാരം കൈവരുത്തുകയും ചെയ്തവരുമായി ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്ന പ്രധാന ആചാര്യനായ
തനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഒക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഉലഹുഞ്ഞാമോ സോദഹായ നൽകുന്ന ബലിപീഠത്തിന്റെ പിൻഭാഗി ദിവ്യ സ്വർഗീയമായ ശ്രേഷ്ഠയുടെ പിൻഭാഗി ഭയങ്കരമായ കുർബാനയുടെ പിൻഭാഗി ബഹുമാനപ്പെട്ട ഈ പട്ടകാലങ്ങളാൽ മുദ്രിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കർത്തകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ ഓർക്കണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും പരിശുദ്ധ സഭയിലെ വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികൾ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. മാതാവില്ലാതെ മഹനീയനായ തന്റെ പിതാവിൽ നിന്ന് ജാതനാവുകയും കാലത്തികവിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അവിവാഹിതയായ മാതാവിൽ നിന്ന് ശാരീരിക പിതാവില്ലാതെ ജനിക്കുകയും ചെയ്തവനായ സ്വർഗീയ കുഞ്ഞാടും ശ്ലീബാമരത്തിന്മേൽ മനസ്സോടെ ബലിയർപ്പിക്കപ്പെടുകയും മൺമേർക്ക് ഭക്ഷണമായി തീരുകയും തന്റെ ബലിയർപ്പണം മൂലം വിജാതിയർക്കും സ്വജാതിയർക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണം മൂലം തലമുറകളെയും കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്തവനായ കന്യകയാകുന്ന പെണ്ണാട്ടിന്റെ കുട്ടിയായ കുഞ്ഞാടുമായ മെശിയാ തമ്പുരാനെ, ഈ ദിവ്യബലി നിനക്ക് സമർപ്പിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ബലഹീനതയിൽ നീ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ ഇടയിലും നീ വസിക്കണമേ. നിനക്ക് നിന്റെ ദൈവത്വത്തിന് വെടിപ്പുള്ള ആലയങ്ങളായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ ശുദ്ധീകരിക്കണമേ. സ്വർഗീയ സേനകളിൽ എന്ന പോലെ ഞങ്ങളിലും നീ ആവസിച്ച് പ്രീതിപ്പെടുമാറാകണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരവും വിലയേറിയ നിന്റെ രക്തവും ഞങ്ങൾ അനുഭവിക്കുന്നത് മൂലം പാപത്തിന്റെ സകല ഉൾപ്പടർപ്പും ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് ദഹിച്ചു പോകുമാറാകണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പുണ്യകരമായ തിരുരക്തവും
ഞങ്ങൾക്ക് ജീവന്റെ പുളിമാവും ജീവന്റെ അച്ചാരവുമായി തീരണമേ. ഞങ്ങളും സത്യവിശ്വാസത്തോടെ അതിന്റെ ശരണത്തിൽ നിതിർ പ്രാപിച്ചിട്ടുള്ള വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വഖൂൽ സുബ്ഹാൻ ലവൽ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനരും ഭാവിയുമാകുന്ന ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും വിശുദ്ധനുമായ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മനുഷ്യന്മാരുടെയും പരിശുദ്ധ സഭയിലെ വിശ്വാസികളായ സകലവാദികളുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും മനസ്സിലിവ് തോന്നി കരുണ തോന്നിക്കൊണ്ട് സ്വാമിയായ തന്റെ ദാസന്റെ രൂപത്തെ സ്വീകരിക്കുന്നവരാകുന്നു. ദിവ്യജ്ഞാനത്തുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുവരണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ പുത്രനും സകലത്തെ ജീവിക്കുന്ന കർത്താവ് പാപമോചനത്തിലുള്ള മാമോദീസ Oh,
സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനങ്ങളെ വാസം ചെയ്തിടക്കുന്നു തമ്മിൽ ചുംബിക്കണം സമാധാനത്തിന് ശേഷം കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്ന ആളുകൾക്കുള്ള നല്ലേന്നതിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വക്കൂൽ കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപാവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യ പ്രവൃത്തികളോടുള്ള അപേക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കൂൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
വലതുഭാഗത്ത് മശിയാതപുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അദൃശ്യസംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്യന്മാരെ പോലെ ഗാദീസ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാഖീൻ കോയേനുമറി കഷ്ടാനുഭവത്തിനൊരുങ്ങിയപ്പോൾ തന്റെ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് വിഭജിച്ചു കൊടുത്തു. അതുമൂലം പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. ലഹായ പ്രകാരം തന്നെ കാസായമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി. അതുമൂലം പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവനായി ഞങ്ങൾക്ക് നൽകി. ലഹായേലോ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീനെന്നുള്ള നിർദ്ദേശം അവർക്ക് നൽകി. ദാമോ ദോസേനോ കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മരണീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ ആളുകളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബീദായികാബോ ക്ലാബോ കാദമറോ Oh
കർത്താവേ എന്നോടുത്തരമരുളണമേ. കർത്താവേ എന്നോടുത്തരമരുളണമേ. എന്റെ കർത്താവേ എന്നോടുത്തരമരുളി. ഉത്തമനേ ദേവോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ ശരീരമാകി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ഈ കാസായിലെ കലത്തിലെ ഞങ്ങളുടെ ദൈവമായ മധ്യാനപുരാന്റെ തിരുരക്തമാക്കി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വഖൂൽ സുബ്ഹാൻ നമ്മുടെ ദീക്ഷന്മാരായിരുന്ന നാൽമാകളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിന്ന് നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസ്മാരായ ആബോന്മാർ ഇഗ്നോത്തിയോസിന് വേണ്ടിയും ആബോന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ അബ്രഹാമിന് വേണ്ടിയും സത്യവിശ്വാസമുള്ള ശേഷമുള്ള സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ഈ മാർത്താവോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായുകൾ നീടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും നീതുവന്നേക്കും തന്നെ. സർവശക്തിയുടെ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവിടെ രക്ഷിക്കുന്ന വേണ്ടിയും ഈ നാഴികനും ഈ സമയത്തും ഞങ്ങൾ ഓർക്കാനായിട്ട് നിസ്സാരതം നൽകിയതുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പറയപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിട്ടും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുക്കളുമായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായി മൗനമായി ഇരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നുവന്നേക്കും തന്നെ. Again, remember all the faithful and true Christian rulers who, in the four quarters of the world, have established and confirmed the churches and the monasteries of God and the true faith. Let us beseech the Lord for the whole Christian community, the clergy and the faithful people, that they may abound in virtue. Let us beseech the Lord.
പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. Is worthy of being blessed and exalted, the holy, glorious, and blessed, ever Virgin and blissful, Mary, the Mother of God. Along with her, let us remember the prophets and the apostles, the preachers and the evangelists, the martyrs and the confessors. Let us also remember St. John the Baptist, the forerunner of his master, and the illustrious St. Stephen, chief of the deacons, and the first of the martyrs, along with the exalted chiefs of the apostles St. Peter and Paul, and also our father, St. Thomas, the apostle to India. Let us remember the whole company of the saints, both men and women. May their prayers be a refuge for us. Let us beseech the Lord. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെല്ലാം വാങ്ങിപ്പോവരെയും കൃപയോട് അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. വിശ്വാസത്തെ പാലിച്ചുങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാമായ സ്ഥലത്ത് ശുദ്ധിയോട് മുൻകൂട്ടി പ്രാവശ്യം വിശ്രമിക്കുന്നവരെയും നിത്യാലും ക്രിസ്തീന പോലീസിനും ബന്ധപ്പെട്ടേയും പരിശുദ്ധമായ 3 ദിവസങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ദർശിമായ ഞങ്ങളെല്ലാ പിതാക്കന്മാരെയും മലങ്കരയുടെ പരിശുദ്ധന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുകളും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചുങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവയുടെ മുമ്പും ഇവരോടുകൂടി ഉറപ്പിപ്പുള്ളവരെയും നിങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിന്റെ നാമം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. രൂപികളുടെയും സകലജടങ്ങളുടെയും പിതാവാം ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി പ്രാവശ്യം ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ പരിശുദ്ധ ബന്ധുവായി നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസങ്ങളായ സ്ഥലം മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ആത്മാക്കളെയും മരുമക്കളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവന്നവരായ നമ്മുടെ ദൈവമായ മനുഷ്യനായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടകളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവര്യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം എന്ന് അഡ്രസ് പറയണം. പാതാളത്തിൽ നിന്നും കോഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപാവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവനും അവനിൽ തന്നെ ശരണപ്പെടുന്നു. പൊതുവായ പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആരംഭിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളെല്ലാം വാങ്ങിപ്പോവരെയും കൃപയോട് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഈ കുർബാന വഴിയായി
സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വക്കുൽ സുബ്ഹാനുൽ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രോഗികൾക്ക് പൂർണ്ണസൗഖ്യവും ഞെരുകത്തിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചു വരും. സമീപസ്ഥർക്ക് നല്ല കാവലം നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ഇനി പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പം കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തോഷ ജീവിതമാർക്ക് മനോദയവും സഹായവും ദരിദ്രർക്ക് പൂർണ്ണ സമൃദ്ധിയും ഭാവികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാരനല്ലവരുടെയും ശുശ്രൂഷകൾക്ക് വണ്ണോടുകയും നിന്റെ നിരക്ക് ഭൂമിയിലെ രാജ്യങ്ങൾ വാഴുകയും തങ്ങൾക്ക് ഒതുക്കും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് ഇവിടെയുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ വായുകളെയും അധരങ്ങളെയും നീ തുറക്കണമേ.
ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നു വന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കരുണയുള്ള കർത്താവിനും തലകുലിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നു വന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്ദവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പ്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിറയലോടും കൂടെ സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Shastra Raje
Of the
may become worthy of the absolution of debts and the remission of sins. Our Lord and our God forever. Amen. Our Lord and our God forever. Amen.
പാപമോചനത്തിനുമായി സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് നൽകപ്പെടുന്നു. Hallelujah.
ചെയ്യും ഞാൻ. Barkmore, O Lord, your exalted and holy mouth has promised and said, whoever eats my body and drinks my blood, and believes in me, shall abide in me, and I in him, and I will raise him up on the last day. O Lord, we have eaten your holy body, and drank your propitiating blood. May they not become to us for judgment, or for vengeance, or condemnation, or indictment, but for the remission of debts, and the forgiveness of sins, and for the blessed resurrection from the place of the dead, and for a joyful face, before your awe-inspiring throne, our Lord and our God, forever and ever. Amen. Hallelujah. ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ മുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദേവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന്
നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ അവിടുത്തെ തിരുശരീരങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർത്തിരിക്കുന്ന എന്റെ ആരാധകരുടെ സംഘത്തെ തമ്പുരാനെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചാലും സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എത്തുവന്നേക്കും ചെറിയപ്പെടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ദൈവമായ കർത്താവേ, ഞങ്ങൾ പഠിച്ചു വന്നതായ ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരവും ഞങ്ങൾക്ക് രക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യദാനത്തിനാത്മാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതി ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വഖൂൽ സുബ്ഹാനൽ മീൻ. സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊള്ളുന്ന ശേഷം വീണ്ടും കരുണയുടെ വർദ്ധാനം പാകാൻ തലകുലിക്കണം. ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മിശിഹാതമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നിലയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വഖൂൽ സുബ്ഹാനൽ മീൻ. ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോ ഇടയന്മാരെ കാക്കുക ശക്ത്യ ആചാര്യന്മാർ ശമ്മാശന്മാർ യൗപെതുയാകിലർ കോറൂയൻ
നീ കഴുകിയിടണമേ കാറകളെല്ലാം തിരുസോപ്പായാൽ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പീഴകൾ ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക ബോധം ശോഭനമാകും ശാശ്വത ജയത്തിൽ കർത്താവേ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടതായ യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുവിൻ. സമീപസ്ഥരോടുകൂടെ ദൂരസ്ഥരും വാങ്ങിപ്പോണ്ടേജുള്ളവരും കർത്താവായ യേശുമിശിഹായുടെ വിജയശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ ഊഷ്മിയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോർക്കാൻ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും ഏൽക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് നിറഞ്ഞ് തൃപ്തരായി സമാധാനത്തോടു കൂടെ പോകുവിൻ. എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. Amen.
ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേര് വായിക്കുന്നു. അഖില സാജൻ, മേരി പാപ്പൻ, രാജു സാമുവൽ, ടിന ചെറിയാൻ, മറിയ വർഗീസ്, ജോണത്തൻ കുഞ്ഞുമോൻ, റിബു മാത്യൂസ്, ജെയ്സൺ ജോസഫ്, എലിസബത്ത് ജോൺ, തോമസ് പി വർഗീസ്. അതോടൊപ്പം തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് അരുൺ ജോർജ് മാത്യു, Mr. and Mrs. Arun George Matthew and Rachel Regina Samuel, Mr. and Mrs. Sina and Jacob, Mr. and Mrs. Isaac T. Pilo and Dinama Isaac, Mr. and Mrs. George Kuchiparambil and Leila K. George, Mr. and Mrs. Ajay Kurian and Serena Jacob. Shubhola Ola Brovel Ruho Kadisho. O Heavenly Father, the source of life, we thank you for the blessings and guidance granted to your children till now. Grant your love, affection, protection till the end of their life. Let you be their helper and guardian in all trials. Protect them from accidents, poverty, and diseases. Remove them from all sufferings in body, mind, and soul. Save them from the troubles of the evil spirits, the tribulations of evil men, and the traps of jealous people. Grant the power to overcome all obstacles and nourish them as children of light. Keep them in peace and tranquility all the days of their life. May their mind be stabilized in you, may their faith be strengthened, and their life inflamed. Multiply all their income, adorn them with a virtuous life. May they inherit your kingdom as they pass one more year in their life. Help them to enter the new year with new decisions and new vision. May we offer glory to you, your Father and your Holy Spirit, now and always, forever and ever. Amen. Please be remain stand. Qurbana from Metropolitan, number 59/2022, blessings to our most respected Corpiscopoi, beloved regards, priest of the locality, the Kaistanis, member of the parish managing committee, and beloved faithful of the Diocese of Southwest America, dearly beloved. As you all know, the maiden visit of the primate of the Malangara Orthodox Church, His Holiness Basilios Marthama Matthews III, the Catholicus of the East and Malangara Metropolitan to our diocese, will be from September 19 to 21. Even if the decision was communicated to us in a short notice, but the previous and present diocesan councils took it as seriously and decided to arrange a prestigious reception to our Holy Father in a befitting manner. A joint meeting of our clergy, association managing committee members, council members, and spiritual organization leaders were held under our presidency, and several subcommittees were formed for the reception meetings to be held at St. Thomas Orthodox Cathedral, Houston, and St. Gregorios Orthodox Church, Tampa, Florida. The present diocesan council, under the able leadership of the diocesan secretary, is working hard for the successful completion of the diocesan level. Diocese Secretary Reverend Father Matthew George is working hard for the successful completion of the diocesan level reception at Houston, Tampa. Also, I acknowledge and appreciate our clergy in both these areas for making necessary arrangements, especially Very Reverend George Paulus Corpiscopa for the meeting at Tampa. Beloved ones, we are fully aware of the fact that both these meetings are arranging in short notice. Hence, the difficulties for attending the reception are many. However, with paternal love, we encourage you all to try best to participate in these historical events. Also, we would exhort you to contribute a substantial amount from each parish to the Sahodaran project, charity project initiated by our beloved Pavadarmeni. We trust that you have already aware of this project through a Qurbana from Devalogam number 22/2022, dated February 2, 2022. In this regard, we exhort our beloved clergy to take special efforts to contribute to this great philanthropic project. We will arrive at Houston on September 15. May the love of God the Father, the grace of the only begotten Son, and fellowship and communion of the Holy Spirit
be with you all. Shreyas Ramanadu, August 26, 2022, Metropolitan Dr. Zacharias Mar Apre. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, forgive us our trespasses, and save us from evil days. Lead us not into temptation, but deliver us from evil one. For thine is the kingdom, the power, and glory forever. Please be seated. Announcement on എട്ട് നോമ്പ് September 1st through 8. 8 November, celebrate the feast in remembrance of the birth of Saint Mary, Nativity of Mary, and the traditional 8 days of Lent are observed from the September 1st to September 8th. We have Holy Qurbana on Wednesday, August 31st evening, and Wednesday, September 7th evening, in conclusion the feast. So, നമ്മൾ സാധാരണഗതിയിൽ കനോനിക്കൽ നോമ്പല്ല എങ്കിൽ തന്നെയും നമ്മുടെ വിശ്വാസികൾ വളരെ ഭക്തിയോടെ ആചരിക്കുന്ന നോമ്പാണ് 8 നോമ്പ്. ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നടത്തുന്നതായ നോമ്പാണ്. ഓഗസ്റ്റ് 31st ഈവനിങ് ബുധനാഴ്ച കുർബാനയുണ്ട്. സാധാരണ പോലെ പ്രത്യേകിച്ച് അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന, അപേക്ഷ, മധ്യസ്ഥത നടത്തുന്നതോടൊപ്പം തന്നെ September 7th Wednesday evening we have Holy Qurbana. Please attend the Holy Qurbana. ഞാൻ പലപ്പോഴും ബുധനാഴ്ചത്തെ കുർബാനയിൽ ആളുകൾ കുറയുന്ന ഒരു സാഹചര്യം ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ബുധനാഴ്ച എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കഴിയുന്ന ആളുകൾ അതിനകത്ത് വന്ന് സംബന്ധിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. The Sunday school will reopen on September 11th. If your child did not enroll in classes during the pandemic, and for the pre-K enrollment, please contact the principal, Mr. Binoy Chirian, to get enrolled. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂൾ പഠിച്ച് വളരണം എന്നുള്ളതാണ്. വിശ്വാസത്തെക്കുറിച്ചും അവർക്ക് അറിയുവാനുള്ളതായ സാഹചര്യമാണ് സൺഡേ സ്കൂൾ ഒരുക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂളിൽ നിങ്ങൾ എൻറോൾ ചെയ്യിക്കണം. വീട്ടിൽ 4 വയസ്സ് മുതൽ pre-Kയിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു, all of our kids has to be study in Sunday school. Please enroll. If you not yet enrolled them, please enroll them in the Sunday school. MGOCism had its game night social yesterday and it was a success. Thank you to everyone who helped out and participated. MGOCism is still open for registration. If you would like to register, please contact one of the MGOCism officers. That is also another important organization that our youngsters leading towards our church and God. Please make sure that our kids are participating in MGOCSM activities. OCYM, next OCYM monthly meeting will be on Friday, September 2nd at 8:30 p.m. Members are requested to attend. Harvest Festival Part 1. The auction accounts are posted in the bulletin board. If you are not paid, please pay your dues as early as possible. Onam, OCYM, fundraising committee and the spiritual organizations are planning to celebrate Onam on Saturday, September 10th at 4:30 p.m. to 8 p.m. at church, an evening filled with entertainment and Onam Sadhya. Please mark this date to your calendar, and if you are interested to perform any program, please contact the coordinators Annie, Peter, or Ashby Varghese as early as possible. The flyer is posted on bulletin board, and check your last email for more details. Sign-up sheet. As you know, His Holiness Apostolic Maiden visited the diocese. His Holiness celebrate Holy Qurbana on Tuesday, September 20th at Urshleim Aramana Chapel at 8 a.m. If you are planning to attend, please sign up. The sign-up sheet is on the front desk. They are arranging right from St. Thomas to Diocesan Center.
As we know that Qurbana is celebrating the Holy Qurbana on September 20th at Urushalem Aramana Chapel 8 a.m. If you are planning to attend, please sign up. We have a sign-up sheet in our foyer front desk. Please sign up your name so that we can get a count how many is participating, so that we can make arrangements for the breakfast. The college training. We are scheduled to have new college training on Saturday, September 17th at 4:30 to 6:30 p.m. Please, any one of your child would like to enter the Madbaha, please be here on September 17th at 4:30 p.m. Church directory. This is the last Sunday. We are taking family photo for the church directory. If you cannot make it, please send your family photo with your first name, last name to this email ID, saintghouston@gmail.com within 2 weeks. Otherwise, we are going to print the directory without your family photo. That's an important thing. It is always good to have your family photo in the directory so that we can understand people between. Sometimes the official name, sometimes it's hard to understand. So it's a good thing. Please send your photo as early as possible to this email. Holy Qurbana and fasting prayer as usual. Holy Qurbana on Wednesday at 6:30 p.m. Also, we have Friday fasting prayer at 10 a.m. to 12 p.m. on next Friday. We don't have a common prayer today. We don't have this Sunday common prayer today. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ ചർച്ചിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തു. ആ കമ്മിറ്റി വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ആ കമ്മിറ്റിയിലുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏതാണ്ട് ഒരുപാട് എല്ലാ ആഴ്ചയിലും ഒന്നും രണ്ടും മീറ്റിംഗ് വെച്ച് കൂടുന്നുണ്ട്. അതിൻ്റെ ഒരു പല സ്റ്റേജുകളിലായിട്ടാണ് ഇത് പോകുന്നത്. അറിയാം, ആദ്യം DD സ്റ്റേജ്, ബിഗിനിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു, സെക്കൻഡറി സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ്. സെക്കൻഡറി സ്റ്റേജ് ഇസ് കംപ്ലീറ്റഡ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രോജക്ട് കമ്മിറ്റി പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച്, നമ്മൾ ഒരു ദേവാലയമോ എന്താ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും എല്ലാവരുടെയും കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നടക്കത്തില്ല. അത് നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് ഈ വർഷങ്ങളെല്ലാം കടന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ദൈവത്തിന് വേണ്ടി മനോഹരമായ ദേവാലയം പണിയണമെന്ന് നമ്മൾ ഉള്ളിൽ ചിന്തിക്കുകയും ചെയ്തിട്ടില്ലാതെ ആര് ഇനിഷ്യേറ്റ് ചെയ്താലും ആര് പറഞ്ഞാലും നടക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിൽ, നമുക്കൊക്കെ മനോഹരങ്ങളായ ഭവനങ്ങളുണ്ട്, നമ്മൾ അതിനകത്ത് ഭംഗിയായിട്ട് പാർക്കുന്നു. നമുക്കിപ്പോ ഇത് മനോഹരമല്ല എന്നുള്ളതിനേക്കാട്ടിൽ ഉപരിയായിട്ട് നമ്മുടെ ആളുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് നിൽക്കുവാനൊക്കെയുള്ള സൗകര്യം വേണം. പ്രത്യേകിച്ച് പ്രധാന ദിവസങ്ങളിൽ വരുമ്പോൾ ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം വേണം. നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ചതാണ് ഈ വർഷങ്ങളിലിടയിൽ. നമുക്കറിയാം, ഇവിടെ നിന്ന് മാറി വേറൊരിടത്ത് നോക്കുവാൻ തക്കോണം ശ്രമിച്ചു, അത് നടന്നില്ല. ഇവിടെ ചെയ്യുവാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വർഷങ്ങൾ കഴിയുന്തോറും അതിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരു ഒന്നുകിൽ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട, കാരണം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നടക്കുന്നില്ല. അത് വളരെ വ്യക്തമാണ്. രണ്ടാമതായിട്ട് ഞാൻ ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് സാമ്പത്തിക ബേർഡൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ചെയ്യണം, അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഫൈനാൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തിയും, അത് ഈ ഇടവകയിൽ ഓരോ മെമ്പറിനും ഈക്വൽ പ്രയോറിറ്റി ഉണ്ട്, ഈക്വൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ അതോറിറ്റിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനവും അനുസരിച്ച് ഈ ദേവാലയം നമുക്കും നമ്മുടെ മക്കൾക്കും വരുന്ന തലമുറയ്ക്കും ഒക്കെ ഉപയോഗപ്രദമായിട്ട് തീരുവാൻ തക്കവണ്ണം എന്തെല്ലാം ആവശ്യമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത്
പറയേണ്ടത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇവിടെ നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ വായിച്ച ഏവെങ്കിലും ഭാഗം ഏതെങ്കിലും സ്ഥലത്ത് ഛിദ്രത ഉണ്ടാകുമെങ്കിൽ അവിടെ നിലനിൽപ്പുണ്ടാകില്ല, നശിച്ചു പോകുവാൻ തന്നെയാണ്. ഞാനല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം, നമുക്ക് വഹിക്കാവുന്ന കാര്യങ്ങൾ വഹിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ഞാനങ്ങ് പോകാം എന്ന് വിചാരിക്കാതെ ദേവാലയവും നമ്മുടേതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മളത് ശ്രദ്ധിക്കണം, നിങ്ങളത് ഉത്സാഹിക്കണം. എന്തഭിപ്രായമായിരുന്നാലും നിങ്ങൾ പറയണം. അതിനനുസൃതമായിട്ട് മുൻപോട്ട്, നമുക്കറിയാം അതിന് ഒഫീഷ്യൽ ബോഡിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും മുൻപോട്ട് അത് എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും മുൻപോട്ട് പോകുവാൻ തക്കമുള്ളതായ പരിശ്രമം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ഓർപ്പിച്ചതുപോലെ സെക്കൻഡ് സ്റ്റേജിൽ അവര് 2-3 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ഒരു 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 പ്ലാൻ നമുക്ക് ലഭിച്ചു. ആ പ്ലാൻ അനുസരിച്ച് ഒരു RFP, ഒരു കോട്ട് നമ്മൾ എടുത്തു. 5-6 കമ്പനികൾ വന്നു. അതിനനുസരിച്ച് അതിന്റെ സോർട്ട് ഔട്ട് ചെയ്ത 2-3 RFP നിങ്ങൾക്ക് കാണിക്കും. അതോടൊപ്പം തന്നെ അതിന് എത്ര ഫൈനാൻസ് ആകും, നമുക്ക് എത്ര മാത്രം ഫൈനാൻസ് ഇപ്പം നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഏതാനും മിനിറ്റുകൾ നിങ്ങൾ സശ്രദ്ധം അത് ശ്രദ്ധിക്കുക. തീർച്ചയായും ഇതെല്ലാവരും കേൾക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് അതിന് കൈമുത്തിന് മുൻപ് തന്നെ വെക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ സമയത്ത് അവരത് നടത്തുന്നു. ഒരു സമയത്തും 1 മിനിറ്റ് നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം അനുഗ്രഹത്തിനധിപതിയേ അനന്തകൃപാ വരുന്നതിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനും കരുണിവാനും മഹാദയാലുമായ കർത്താവേ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. എന്റെ ആലയത്തെക്കുറിച്ചുള്ളതായ എരിവ് എന്റെ മനസ്സിനെ തിന്നുകളഞ്ഞിരിക്കുന്നു എന്ന് ദാവീദിനെ പോലെ ദൈവമേ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള ചിന്തയും വിചാരവും ഞങ്ങളിൽ പുതുപ്പിക്കണമേ. പ്രത്യേകിച്ചൊരു ആലയം പണിയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. തിരുസന്നിധിയിൽ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. അവിടത്തേക്ക് ഹിതപ്രകാരം, നിനക്ക് യുക്തമാകുന്ന പ്രകാരം മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. വരാകാവുന്നതായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ബോധ്യവും നൽകണമേ. കൂടി വന്നിരിക്കുന്നവരെ വാഴ്ത്തണമേ. ഇടവക മുഴുവനായി ചേർന്ന് അനുഗ്രഹകരമായി കർത്താവെ മുൻപോട്ടുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ദേവാലയം ആരുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ പരിശുദ്ധ പരിമള തിരുമേനിയുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും എല്ലാത്തിനും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. Yeah, I'll go first. Yes. All right, thank you all for your patience while we get set up. That's good. Okay, thank you. We're trying the new projector and screen. Hopefully everyone can see from the back as well. Thank you very much for your time and attention today. For those I have not met yet, my name is Josh Varghese, and I'll be here presenting with actually George and Benson Varghese to give you an overview of where we are on the construction project. And we're representing the project committee board today. So quick look at the agenda. We're going to talk about a timeline, go through the actual design, and
the files and pictures that we have, RFP process, financial update, and next steps. So quick look at our history for those that may not know. Our church, St. Gregorius Houston, was established in 1978 with 17 families. And then a few years later, in 1986, it grew to 32 families, and this church building was completed. So the building we're in right now, we've been worshiping and serving God for about 36 years now. After a few years, got into 2000s, 2013 was the first expansion project that started. So unfortunately at the time, a lot of people put a lot of time and effort into it, but it did not work out. We've had a few projects since then, and then we were formed in 2020. So as of today, we have over 170 families, and we're looking forward to moving forward with the expansion project again. So looking at the project timeline, schematic design. About a year ago, we approved the initial floor plans and the design for the project. General body approved it on August 29th, almost exactly 1 year ago. We started the detailed design. That's where we are today. We started in February and just now finished in August, and that's the presentation that we're bringing forward to you all today. So we took the high-level floor plans and added a little more detail to that. So the next step is for us to approve the detailed design, select a general contractor to actually do the construction work, and then define the scope. What do we want to do actually for the construction? After that, we have to go to construction documents and permitting, and finally, we will be able to begin construction. So if all goes well, if we're able to move everything forward as planned, by the summer of 2024, we're hoping that the project is completed and we'll have occupancy in the building. So the big thing to think about today, as we go through all of this, is that we need to make some very critical decisions in 2 weeks, September 11th. So with that said, as we present the material, the three things that we need you to kind of focus on and really understand is the detailed design. We need to approve that. Selecting the general contractor, as Etchin mentioned, we did RFP. We got solicited bids from many companies and got responses, so we need to narrow it down and select a contractor. And then finally, I think this is the biggest decision that we'll have to make, is define the scope, right? Based on the finances you hear, the construction bids, advantages and disadvantages, we need to decide whether we move forward with building the worship center, which is our church and multi-purpose hall, or do we just move forward with the worship center right now? So please keep these in mind as we go through this material, because this is what we're gonna have to come back in 2 weeks and make decisions on. All right, I'll pass it on to Ashley now to talk about the design. All right, thank you, Jadesh. Again, for those of you who don't know me, my name is Ashley, and I'm the lead for the construction side of this. As Jadesh said, so the journey is going to continue, right? We don't want to stop here. We've done a lot of good work since February. We've been working very hard in the detailed design phase, and from y'all's perspective, you may not know all the details. And so what we wanted to bring forth today is what's actually been accomplished, and kind of fill you in on, as he said, the next steps. So with that said, I'd like to just do a really quick, short 1-minute video to kind of encapsulate everything that's been accomplished. So if you can actually play that, Jadesh. So we have a lot of
Thanks. So we have a lot of talented individuals, MGO, CSM, youth, even some of the focus group, and OCYM team members. And so this video actually was created by our very own Brian Roy. So quick shout out for him putting this together. This is an amazing video. This has been really something that showcases everything that we've done today over the last 6-7 months. So with that said, I'd like to kind of deep dive into some of the details, right? What we're going to see next is where we started. This is our exterior, our site work, etc. So what you're looking at here is an aerial view of our current property. This is our buildings or the facilities, and then this is our empty grassland. So what we're going to be doing with the proposed site is actually taking this property, and if you follow along, the red lines are approximately the same. The intent is to shift the hall so we can get parking where the hall currently is, shift it down to the grass side of our existing church, and put the new church in the grass side. And so the way our property entrance and exit will look, today it comes into the center, and going forward it would be actually on the top side and bottom side. So what this enables us to do is have parking, probably just under 150 spots. Our church becomes a little over twice the size of today's church, and our hall also becomes a little over twice the size of today's church. What you saw in the video is a little bit of what could be. So this is the dream, this is what the architect firm put together for us, that we went and worked with during our design phase. This is one side of the church, this would be the other side of the church. The thing I'll call to attention is this is the hall, which would be right next to it, and we have a colonnade to kind of walk through and get in from the exterior. And then this is actually where the existing church would be. So we're really bumping up against it, and we have some space in between, but in theory, all three of our buildings would be right next to each other as it stands today. So the facility itself, what does it actually entail? So you guys may have seen new pictures, new drawings. We put it up on the bulletin board. We put it up on the hall, in the back of the hall, and we emailed it out in our latest newsletter. This is the actual floor plan. The front side is going to have a lot of our administrative, cry room, bathroom areas. Then our congregation's in the center. And then the altar area is on this side. Again, we are looking at the width of this, is 70 feet, and the length is approximately 157 feet. So, to put that in perspective, today's church is approximately 40 feet wide and 100 feet in depth. So, approximately 4,000 square feet. And today, the new proposal is going to be approximately 11,000 square feet. What this congregation, the capacity here, what it's going to be able to do is accommodate 450 people in the actual pews. We also have extra space on both sides. So one of the things we heard loud and clear from this congregation, all the members, each spiritual organization that we met with at the beginning of this, we took all those inputs and incorporated into this building that you see here. One thing I'd like to call out is we have approximately 8 foot between the seat and the window. So now we have space for kneeling. We're looking at approximately 2.5 to 3 feet is what we have today, right? So this is considered overflow if we have excess of 450 members attending and sitting inside of these pews. And we can approximately accommodate, I think it's about 130 or 140 more easily, and probably squeezing with all the empty space, we can get about 200 more extra in standing space. So, in addition to the congregation, our gathering hall is also expanded.
Today, what we have there is approximately 12 by 15. What we're going to be looking at here is almost 3 times that. So, want to make sure everyone is aware that each of these items that you see here are feedback incorporated by every one of you. Similarly, we've done a floor plan to the hall. When we go to the hall, if you remember in the front few pictures I put out there, the church, the hallway to the hall, or the multipurpose hall, is coming in from the bottom. So in this next picture, we'll be entering from the top, and this is how you access each of the facilities within the hall. You have your bathrooms on the front with the electrical and mechanical, the kitchen in the center, and now you have essentially an auditorium with the stage and dress rehearsal rooms or green rooms or whatever you want to call it on the sides. The stage is down on this side so we can maximize the space over here. We are accommodating I think at this present situation, this can accommodate up to 45 tables. 50 tables at 9 people each. So 450 people can be seated comfortably on tables. The size of this is just shy of the church hall. The church itself. The church is 157 feet I mentioned earlier. This is 140 in length. So it's going to be slightly shorter, or lengthwise, but the same width, approximately 70 feet. Some people had asked, what are we doing with the kitchen? So this is just a quick view of zoomed in view of the kitchen. So in this kitchen, this is going to be accommodating a 6-burner gas stove, 2 additional large pot stoves. We've got a 3-basin sink, a freezer, 2 freezers, and a fridge. This is the opening so that people can serve things outside of without having to come into the kitchen. So that's really the additional comments I wanted to put out here for the kitchen. Now we look at the interior. Again, the interior, what you've probably seen on the walls, these are just renderings. A lot of this is going to be determined based on our funding, the costs associated with this, the supply of materials, etc. So this is a view from the front door when you're looking into the church. You'll have a shoe rack on this one side. You'll also have a shoe rack on this side, men's and women's. You'll have an office space. This is the door to the cry room, and then you immediately see this the congregation from the front door. The height of this is approximately 16 to 18 feet, still being kind of looked at and trying to figure out where we can get additional cost savings, etc. But this is just one perspective of what it could be. This is from the start of the lobby, looking backward, so just to kind of give an idea of what it could be looking like. Again, the back side is where the bathrooms are. This is a view of what the church would look like. So we've got a lot of grand space here. We've got our 3 altars. We've got the 2 niches that there was strong feedback from the members. And then we've got our pews. The width of this is approximately 6 feet down the center of the aisle. And as I mentioned, the view on the sides, we've got 8 feet. When you actually open up the curtains, this is what it could look like. And then to kind of put this in a little more, this is what a zoomed in view would look like. But to kind of put this in a little more perspective, these are rough dimensions that you would see from the front side of the altar. We're now moving to a taller opening, wider opening. And then in the way we've designed it, if you're sitting in the back, you should be able to see above the knee rail or the handrails where the altar is at. How does this correlate to what we have today? So we're at 15 feet width and 13 feet in height. Again, just going back, we're going to go to almost 22 feet in width and 22 feet in height. So that's rough difference of what it's going to look like. So it's going to be taller and wider than what we have today. This is what a potential view of the hall could be. The hall in this view is
showing from the entrance, so we're entering from this side and looking to the diagonally to the other corner. So you could potentially see some chairs, but then you could also see the stage, you can see the relative heights of the entire building itself. Here's another view, taking all the tables out and possibly putting in sports flooring. I also put this to kind of help ground it and give perspective of what these dimensions are for the stage. The stage is going to be approximately 50 feet wide and 13 and a half feet tall. What does that mean compared to what we have today? What we have today is approximately 23 feet by 13. So it's going to double the size of the stage. And the height is also going to increase by over 50%. So we did all this for the design based on all the inputs. Now it's, what is it really going to cost us? Well, if I wanted to come back and let you guys know a number, I needed to be as accurate as possible. So the project committee as a whole, we decided, as Etcha mentioned earlier, we decided to go do a RFP. Well, what that means is we need to go size this up, understand what is it going to take to deliver, etc. So learning from these vendors, we put an anticipated timeline of what this schedule could look like. Our next phase is actually moving into what we call the construction documents phase. In the construction documents phase, we have to anticipate approximately 4 months for them to do the drawing. When these engineers are going to come, they're going to do the drawing, and they're actually going to send it to the city. To go to the city, we need to anticipate approximately 4 months for approval. So until we complete both of these stages, we cannot break ground to go into construction. So a rough timeline, it shows that we can be breaking ground by early summer of next year if we start in September of this year. So the path forward, as was mentioned earlier, we have to get a GC, a general contractor, to come in and be part of this construction document drawing phase. Why? Well, they can put in that construction perspective. An architect always puts a high dollar, nice, pretty pictures together, but until you get someone who's at boots on the ground, you won't know how much is something going to cost. They may configure in 15 AC units, and then the construction person will come in and say, well, why would you need that? You only need 14, or you need only 10. So if you don't get them in early, you could probably be overpricing, oversizing whatever you draw. So if we can get the construction person in early, now we can get better guesstimates of what this means. So we went forward and we asked in July to kind of come in and do this RFP. So with that, we initiated it in the middle of July, but the RFP results are really what I'm here to kind of showcase to you guys. So what we did is we solicited 11 companies, 11 contract companies independent of each other, and it took them roughly 4 weeks to do the work. We shared all of our DD output. So we had detailed drawings, we had almost a 300-page specification document, and this is all the activity that Blue Line delivered for us. So these were the companies that we reached out to. We got all their information back in the middle of August, and then we narrowed it down to 4 different vendors. We actually conducted interviews for all 4 of these vendors based on the information that they provided last week or last weekend, and so the results are as follows. For the 2-building approach, we're looking at an average of approximately $5.5 million. As you can see, the ups and downs of different contractors for the same exact drawings that we gave them. One was almost a little over $7 million to do the project, and another was $4.5 million. So now we have, as a project committee, we went forward in the interview to kind of figure out what is the differences. What are we getting? What are we paying extra for? Things of that nature, right? We also heard from them that their average time to deliver is variable. Some of them can deliver in 15 months, some of them can take up to 24 months. So again, all these different
little variables that we have to worry about. The other thing is this number is inclusive of their fees, their insurance, the site work that needs to be developed. And right now, every single vendor told us that one of the biggest things that we have to watch out for is not only supply shortages and demand shortages because of the pandemic, but also inflation. They're anticipating 1 to 2% inflation per quarter. And while I'm not sure I completely believe that, I think it's fair to say we've seen historically that inflation is a problem going forward. So we got this information for the 2 building. So then we said, okay, what does the 1 building look like? Again, same documentation. We're looking at the highest at $4.5 million and the lowest at a little over $3 million. What's the benefit? What's the pros? What's the cons? Our team has been kind of reviewing each of these. And similar concept. Their average time is approximately 10 to 15 months to deliver this. And then many of them, their challenge with the 1 building and the 2 building is we need to know more information from you, but this is their best guess at what the overall all-in construction would be from their side. Now, I do call out that because of the volatility of the market, we don't know what to expect for prices. Right now they said, for instance, electrical componentry is approximately half a year to a full year in lead time. What does that mean? That means if you order a thermostat right now, you may not get it until half a year later for your project. So similarly, they've got all these constraints that they're working with. So we need to kind of let them know sooner than later, what does it mean? What do you want your project to be? I put this up here as a kind of a consolidated view of this is the price per square foot. So many of our members, the way we look at some things is it's price per square foot. The orange bar is the 2 building, and then the blue bar is the 1 building. The information I've written up here in green is kind of indicative of how much more of a percentage it would be from our pocket if we were to pursue the 1 building concept. So we're looking at an average of approximately 20% more right now for price per square foot across each of these vendors. So again, we've been the project committee has been working very hard, as Etchin said, and one of the things that I mentioned earlier is we've narrowed it down to 4. From this 4, we actually have taken great strides to now narrow it down to 2. We're going to be working on preparing what is that final verdict and bring that recommendation into general body in 2 weeks. But right now we're between 2 vendors. Based on their cost, based on their presentations, based on what they can do and deliver in their experience. And so we'll be looking to bring that in within the next 2 weeks. I also want to call out some of the advantages of doing a 2-building approach, just for the congregation's awareness. There's significant cost advantages, but there's also functional and practical advantages as well. From the cost side, you have economies of scale. Every contractor that's going to come out here is going to be charging something to bring their porta potties, something to charge where they're going to put their material, all the staff that they're going to bring. They're going to be bringing these small houses for them to kind of sit and do their construction work in. Their mobilization fuel charges, and then just any kind of overlap between all the trades that they're going to be bringing in. If you're doing 2 buildings, all those prices for all of those details are adjusted accordingly. If you do it 1 at a time, you're going to have to double it up. Do something today, then 2 years later, you're going to do it again. You're going to have to pay all of those common charges again. And then I've also included annual inflation rate, right? Again, they say 1 to 2% per quarter. I'm accounting for approximately an annual inflation of 2%. And looking at history, that's kind of where we're at. The last 2 years has just been crazy. But if we go back to some sort of run rate, we're looking at approximately 2% inflation that we should account for. Some additional benefits that we need to consider. If you do the 1 building, the way our plan is currently set up is that the church is in the grass. So what that means is the functionality is going to be challenged. You're going to have people walking out from there, going to the existing hall. They're going to have to this parking lot is not going to be touched.
if we do the one building approach. So that means they're going to be crossing the parking lot, crossing the church, and going to the hall. That's one angle. The parking itself, when you do that, we're approximately at 80 to 90 spots in our current site work. If we open up that, we're going to get approximately another 60-ish parking spots. So give or take, we'll be around 140. But the problem is, you're going to have to do this. You're going to have to demolish this site whenever we do the next, the hall project for the second building. So by demolishing this, when we actually start that second project, you're only going to have the 60 spots on that site because all of this is going to be taken up for the hall project. So you have to, by doing two, you're going to be maximizing the amount of work and progress on the site itself. And then the last thing is, right now, because of Harvey and all the other inclement weather that we've had, the detention pond requirements have changed tremendously. So the way we're planning today is to do the 2-building detention pond, regardless of the 1-building or 2-building approach, as you saw on the site work earlier. If you don't do the detention pond for the 2 buildings right now, that's going to be an added cost, and you're going to have to worry about whatever the code changes are whenever we do that hall project. And then the last thing is really, we are still going to be doing church while this work is happening. So we have to figure out how do we maneuver and navigate. And so the operational and logistical access, entry, moving around, that is going to be very difficult, and it's a risk that we have to figure out how we handle. So all that said, the numbers that you saw earlier, those are the true construction hard costs. There are things that we're calling our soft costs, and I wanted to make sure the church is all aware of that. For instance, pews, any kind of liturgical equipment, kitchen appliances, city permits, audio, video, security system, any kind of testing and impact fees. Those are things that we have to pay from out of pocket. Now, we're trying to see what allowances we can get with the vendors that we're working with, but most of these are things that we can do after the fact, so we have to make sure we account for that. Long term, we have to talk about, any icons, artwork, signage, irrigation could be a problem. Landscaping, any kind of recreational equipment, the tables and chairs for the hall, those type of things are, things that we can add on later, but those are additional costs. With that said, I want to hand it over to Benson to talk about what are our costs, what is our affordability, and he'll walk us through that piece. Hello, everyone. I appreciate your patience. I know this is a bit of a long presentation, but again, I just want to reiterate what I already said earlier. We originally had the general body scheduled for today, right? We wanted to move this out 2 weeks to intentionally do this before Qurbana because we think it's really important that everyone here sees what we're planning, understands what work's already been done, but really be informed, ask questions, share both good feedback and the things that you're concerned about. So that way we all as a collective group have all the information we need before a decision is made in 2 weeks of the next general body meeting. We don't want a situation where people come to the general body meeting, they're surprised by what we're trying to decide on that day, or that a small group of 20 or 30 people are deciding on behalf of 170 families. So the next section is finance. I'll cover it as quickly as I can. But I want to make sure that y'all have all the information possible. And our goal here is not to convince you to do one thing or another. It's really just to be as transparent as possible so that you all have all the information that we have, and then we can collectively make a decision for the church. So with that said, I'm going to cover these next 4 bullets quickly, go over where we are on pledge forms, where are we on construction dues that the general body decided at $3,000 per family. I'll cover where we are from a financial perspective today, what we believe our projections are realistically, and then what are some hypothetical scenarios on what the future might look like if we need to raise more money beyond that. So first, update on pledge forms. So far, we received 71 pledge forms. That's about 50% of our target. We were hoping to receive about 150 commitments from the members and youth here to kind of give additional money.
We really received the majority of this last year. In 2021, we received 61 pledge forms. This year has been pretty slow. We only improved that number by 10. The numbers are here. We have a town hall after this to ask for Q&A, so I'll go through the more detailed view if anyone has questions after church in the town hall. But at a very high level, you can see here, we have $175,000 commitments up front. That includes $40,000 member loans and other donations. And then the main is this last bullet. We have just under $6,000 of monthly commitments that will go towards the mortgage. Keeping in mind that many people who filled out the pledge form said they're prepared to give that money for a 5-year commitment, but beyond that, we'll have to wait and see. And then about 1,300 of that said they'll pay through the loan term, which we're currently projecting to be 20 years. And then kind of an update on where we are financially on that $175,000 commitment. We've received $65,000, so about half of that so far already in our construction account. And then this $6,000 per month of mortgage commitment is represented by 43 different individuals that have committed. And of that 43, about half, both half the number of people, 22, and half the dollars, about $3,000 a month is what we're currently seeing coming through via Zelle into our construction account. I won't go over this, but this just shows the numbers. If anyone wants to see it later, they can. But basically, what I highlighted before, 43 individual contributions totaling the $6,000 a month. With the trustee's permission, he gave me some information a couple of days ago that I've gathered here to just quickly share with the general body. Everyone was asked to contribute $3,000 as a decision to the general body. That amount is due in September, meaning in this next month. Of that, so far, we've collected from 74 families, so it's about 44%, about $370,000, which means they've given completely their $3,000 or more. If you average the money given by the 74 families, right now that's about $4,500 per family. That means 96 families have not yet given their full $3,000 contribution. When you back out exempted members, what you're left with is an expectation that we should be able to collect at least $200,000 more. So technically that means there's $200,000 that the trustee should expect to receive in the next 30 days, if we're all on time. And then the bottom here, why I raise this is there's a spreadsheet on the bulletin board today, if you were to look, that shows how much each family has given. First column is what you gave prior to December of this year, as well as what's been given this year. So this shows a reconciliation of those numbers. We have members gave $370,000. Many of the children, the youth, older members of this church who are not separate members, but they are working members and have been contributing. We've raised over $20,000 this year. We have non-member donations of over $35,000, and there's been a lot of fundraising going on. So there is a lot of good things happening. Here's a current snapshot of where we are. So this is as a newsletter I shared that we had about $2.78 million so far of loan capacity, or maybe a better way of saying it, we can afford a $2.78 million project, is what this shows. The numbers are kind of all outlined. How much money do we already have? How much money are we kind of adding to our building fund every year? What are the commitments that I mentioned in the pledge forms? And how much can we get in mortgage if we assume a 20-year loan at 5%, and we're using that $400 increase we did in our subscription? When we went from $800 to $1,200 per family per year, what does that give us? That gives us just over $750,000 a year of borrowing power. And then this line here is how much are we currently getting per month in the pledge commitments that are coming in. I mentioned we currently have $3,000 coming in. This assumes about $5,000, so that's another $750,000 in borrowing. I'll call this out here, and just the details are down there, but yes, there is some additional money that we see in our budget every year around all the money we collect at Christmas time, or Benadryl and all those things. That also is available for construction. But we're also trying to be very realistic on where the numbers are going. We know that property insurance will be higher. We know that electricity will be higher. All those things are considered in here, and so we're not going to double dip or be overly aggressive. And then this next one is a projection. Where do we think things are going? So the same $2.78 million, but we've added in 2 new lines that are here in purple. Those are the $200,000 I mentioned a few minutes ago that we expect to collect from the general body commitment of $3,000 per family. So that should be $200,000 or more. And this next number is how much fundraising do we want to
plan for, expect to have every year going forward. And so I worked with the venue and different people, and we said, as of right now, our best guess is down the bottom right corner, is we should be able to comfortably expect about $40,000 a year in fundraising. That's made up of the Tatakara efforts. They raise somewhere between $1,000 and $1,500 each time they do a sale. So we've assumed we should be able to collect at least $20,000 a year doing that. And then you'll notice Harvest Festival, $10,000, and then our different spiritual organizations, $10,000. Really, our spiritual organizations have raised much more than $10,000 a year lately, but again, we're trying to be conservative. So that additional $40,000 a year would give you about $500,000 in loan capacity. So what's the good news on this? This basically says that if you believe these numbers are reasonable and we're comfortable with moving forward with that, we can afford a $3.4 million project. And if you look back to what Ashley shared a few minutes ago, the average cost for one building we said was $3.5 million. So when we're looking for positive signals and looking for inspiration, the good news is if we come together without much stress or effort, it's reasonable to assume we can do this, right? So the next question is, that's for one building, what about for two? Or even if you only want one building, that's what General Body decides, how do we pay off this loan as soon as possible? What are the levers and scenarios that we're looking at? So last slide or two is being aware of what our risks are, and so this covers both risks and opportunities. So we are assuming in all these numbers that you see earlier, 20 years at 5%. That's the loan assumptions. We all know interest rates have gone up. I just put in one stress test and said if it's 20% at 8 years or if it's 8% at 25 years, what do those numbers look like? That obviously, if the cost of borrowing goes up, then the amount you can borrow goes down. Those numbers are shown there. As far as fundraising, we currently assume that we're comfortable with $40,000 a year, but we really can also look at doing more concerted fundraising efforts. You all know many years ago, a Yeshua's performance was done that our church ran. They made $85,000 of profit from doing that fundraising effort. Similarly, we were looking at doing something called India Fall Fest for the fall. Based on the planning and wanting to have more time to organize it, we deferred that until next year. But the forecast of that was that we'd be able to make $100,000 or more of profit if we were able to do it the way that we have planned. So if you look at that and compare those numbers, I feel like you conservatively say, if we decide to do this every year or every 2 years, that's an additional $80,000 a year that you should be able to raise. $80,000 a year should be able to give you another $1 million of borrowing power. Again, why I'm using the million is, or what these numbers should represent. We said we can, in theory, afford a $3.5 million project for one building. 2 buildings would be 5.5. So it's that question of the additional $2 million, can we afford it? How would you do it? And then here, additional opportunities, corporate matching. So we've mentioned this before, but I want to reiterate again. Many of us who work at hospitals or other corporate businesses here, smaller companies probably don't have it. But a lot of you that work at major corporations, they offer a lot of benefits to the employees. Some of them we don't currently take advantage of. But we do know at least 2 families in our church that did investigate and did find that corporate matching is provided by their company. And there is no religious company exclusion, meaning some companies do have it, but they won't do it for religious organizations. They'll only do it for kind of outside, call it food bank and stuff like that. But there are companies, we have evidence of at least 2 in our church where they are doing it. And all that really means is if you're going to donate $1,000 to the church already, your corporate matching will literally double that. So they'll deliver a check for $2,000 to our church. So we believe that that opportunity should be able to give us at least $20,000 a year if we really look at who all in our church has that opportunity and we work together to maximize that. Member pledge commitments. As I mentioned, we have 170 families, which really translates to over 350, 400 working people in our church. But as of right now, only 10% of that, 43 people have committed to give something every month towards a mortgage. Really, if we want to do more here and pay this loan down as fast as possible, or if we want to go ahead and say we really do need and want 2 buildings, and we don't want the risk of that cost going higher and higher and becoming unaffordable later, how do we make that happen now? The most realistic scenario is us all coming together and giving something every month. Whether that's the young people that say, I'll give $10 a week, whether it's the older families that say, I can give $100 a month, whatever that number looks like,
that's what we have to really focus on in the near term, and we have to decide whether this is something that we want or not and make that commitment. I think we can honestly easily get 50 more people to commit $100 a month. That would give us another $750,000 of borrowing power towards the loan or project. Similarly here, if we found people to give $10 to $15 a week, $50 a month, that's another $375,000 in borrowing. And the last bullet here, I don't think we should really work so hard until we have everything else figured out, but it's that last step around saving money for the church of cost of borrowing, is can we get member loans? We already have $40,000 in commitment at 0%. But if people now see what we're really doing, I've heard a lot of people say, if we're really gonna do the project, I'll give money. If this really happens, I'll give money. I've heard that a lot. I'm hoping that actually happens. I hope the information that you see today inspires you and you're ready to now give so we can actually make this happen. But I think our church could easily come up with a large amount of money from our own within that we will pay back members within 10 years. And that would reduce the overall cost for the project that we pay outside to a bank of 5% or 8%. If you quantify some of these things I just mentioned, they're all the same numbers I shared a minute ago, that gets you, including potentially negative loan terms, right? But when you plug that all in, if we can make all these things happen, there is line of sight to the $2 million. With that said, I'm going to hand it to Jadesh to wrap up. All right. Thank you all. I know this is a lot of information to digest, and that's why we wanted to come out and share this information now, so you can think about it, we can talk about it, and make the best decision going forward. So today, after church, we'll have a Q&A session here after Kaimuta. So please come, ask any questions you have. We can go a little more detail into some of the numbers if that helps as well. We just want everyone to have the opportunity to get all their questions answered. So please come and see us. And we mentioned this earlier, General Body on September 11th. We have to make some critical decisions there. So please, I encourage everyone to come and participate, make sure we're moving this path forward in a unified fashion. Donator pledge, as Benson mentioned, we still have a gap in the pledge forms and the donations that we need. So please, do consider that and submit those if you're able to. Lastly, financial support obviously is important, but more important than that is just prayer. We need everyone's prayer. We need to align on a path forward, ask God to take us in the right direction and do what's right for us. As I shared earlier, right, this church started with 17 families, grew to 32, and built this beautiful church. And now, I was very fortunate to be raised in this congregation. My parents are founding members, my wife's parents are founding members, and now I'm raising my kids here. So I think it's our responsibility to move forward and really, set us up for multiple generations to come in the future. So really, thank you for your time. Thank you, Achin. Thank you to the management committee. And please come see us after church. നമ്മൾ പ്രത്യേകമായിട്ട് എല്ലാ എക്സ്പ്ലനേഷൻസും കണ്ടു. അടുത്ത ജനറൽ ബോഡിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിവുള്ളവരെല്ലാവരും ആ ജനറൽ ബോഡിയിൽ സംബന്ധിക്കണം. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ ഫൈനാൻഷ്യൽ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പള്ളി വേണം എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ സംവിധാനങ്ങൾ വേണം. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഇതിനകത്ത് സംബന്ധിക്കുകയും പ്രത്യേകമായിട്ട് മുൻപോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഈ സമയത്ത് ധൂപപ്രാർത്ഥന നടത്തുന്നത് എസ്പെഷ്യലി സിസ്റ്റർ ഇൻ ലോ ഓഫ് ടി മാത്യു ആൻഡ് പൊന്നമ്മ മാത്യു passed away on Saturday in Kerala. On behalf of the managing committee and church family, we express our heartfelt condolences. May God grant His peace to the family. പ്രത്യേകമായിട്ട് പ്രവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് എഴുന്നേൽക്കാം. പ്രാർത്ഥിക്കുന്നതിന് ശേഷം കൈമുത്തുണ്ട്. അതിനുശേഷം ഓർപ്പിച്ചതുപോലെ കൈമുത്തിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ബി സ്റ്റേ ഹിയർ. ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ആൻസർ. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൈമുത്ത്. സോ ദേ ആർ നോട്ട് ലീവിംഗ് ഫ്രം ദിസ് ചർച്ച്. ഇറ്റ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ. താങ്ക് യു. മക്കളെല്ലാം Amen.
ആകാശത്തെയും ഭൂമിയെ സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഈ ആരാധനയെ സംബന്ധിച്ചാൽ നിങ്ങളെ ദൈവപുരാൻ വാഴ്ത്തി ഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോടെ ആത്മാക്കളെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പരിശ്രൂഹായുമായുള്ളവരെ ബലഹീനമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതങ്ങളായ ഇവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ ആക്കി തീർക്കുമാറാകണമേ. That's live streaming or online, we do have a Zoom option if you want to join the town hall. It was sent in the weekly email, so please join that. We'll be there as well. Thank you. Amen.